ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളൊരു പ്രൊപ്പഗേഷൻ വീഡിയോസൊന്നുമല്ല. നമ്മൾ ക്യൂട്ടായിട്ടുള്ള കുറച്ച് പോട്ട് കിട്ടിയപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റൊക്കെ ഒന്ന് അതിലിറക്കി വെച്ചിട്ട് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നല്ലൊരു പോട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് പോട്ടിലല്ല, എന്നാലൊരു സെറാമിക് പോട്ടും അല്ല, പക്ഷേ അതൊരു പൊട്ടുന്ന സൈസ് പോട്ടാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളെ കുറച്ച് കളക്ഷൻസൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മളെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, നമ്മളെ മണി പ്ലാന്റിൻ്റെയും പോത്തോസ് കളക്ഷനൊക്കെ നമ്മൾ ഇൻഡോറായിട്ട് വെച്ചിട്ട് ഉള്ളൊരു ഏരിയ ആണിത്. നമ്മൾ വീടിൻ്റെ മുകളിൽ ബാൽക്കണിയിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സെറാമിക് ബോട്ടിലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ മെയിൻ്റനൻസിൽ വീടൊക്കെ നല്ല ഡെക്കറേറ്റീവായി ഭംഗിയായിട്ട് സൂക്ഷിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരൊക്കെയാണ്, ചെടികളോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സെറാമിക് പോട്ടൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ഉപയോഗിക്കാത്ത വെറും ഷോക്കേസിൽ മാത്രം വെക്കുന്ന കുറച്ച് ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെടികളൊക്കെ വളർത്തി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു ഉപയോഗം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള കുറച്ച് സെറാമിക് പോട്ടിലൊക്കെ നമ്മൾ ഒരുപാട് പോത്തോസ് ഫ്ലവറായിട്ടും അതുപോലെ തന്നെ മണി പ്ലാന്റൊക്കെ വാട്ടർ പ്ലാന്റൊക്കെ ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മളെ മുന്നത്തെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ നല്ല കോൺട്രാസ്റ്റ് കളറിൽ വരുന്ന പോട്ടുകളൊക്കെ ഇൻഡോറായിട്ട് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമ്മളെടുത്തിപ്പോൾ മണി പ്ലാന്റിൻ്റെ അല്ലാതെ തന്നെ വേറെ പല വെറൈറ്റി കളക്ഷൻ ഉണ്ട്. ആഗ്ലോണിമ പ്ലാന്റ് ഉണ്ട്, കലാത്തിയ പ്ലാന്റ് ഉണ്ട്. എല്ലാ തരത്തിലുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മണി പ്ലാന്റ് തന്നെ ഇപ്പോൾ ഒരു മാർബിൾ പത്തോസാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അത് നമ്മളൊരു കുറ്റി വെച്ചിട്ട് അതിലേക്ക് പടർത്തിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കമ്പിയൊക്കെ ഉപയോഗിച്ചിട്ട് അത് റിംഗ് ഷേപ്പിൽ അതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ചിലതൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് പോട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ചിലതിൽ നമുക്ക് പൊട്ടുന്ന കുപ്പികളുണ്ട്. അതുപോലെ തന്നെ ഉപയോഗശൂന്യമായ ഗ്ലാസ്സുകൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിതൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഡോറായിട്ട് ഇങ്ങനെ വെക്കുമ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഏറ്റവും ചെറിയ പോട്ടാണ് നമ്മളെടുത്തുള്ളത്. അത് ആദ്യം നമ്മൾ മണ്ണിട്ടിട്ടായിരുന്നു വെച്ചത്. പിന്നെ അത് റൂട്ട്സ് ഒന്നും ഇറങ്ങുന്നില്ല എന്നൊക്കെ തോന്നിയപ്പോൾ ചെടി ചീഞ്ഞപ്പോൾ നമ്മൾ അത് വാട്ടർ പ്ലാന്റ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയ പീടികയിൽ നിന്ന് നമ്മൾ പാർസലൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നൊരു പോട്ടായിരുന്നു. അപ്പോൾ ആ പോട്ടിനനുസരിച്ചിട്ടുള്ളൊരു പോട്ട് നമുക്ക് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു പോട്ട് കിട്ടിയപ്പം ഇതിനതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയായിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ കിച്ചണിൽ അതുപോലെ തന്നെ ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് ഈ ഒരു പ്ലാന്റ് നമുക്കുമ്പോൾ നല്ലൊരു പോട്ടിലാക്കിയിട്ട് ഡൈനിങ് ഏരിയയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ലൊരു എലഗൻ്റ് ആയിരിക്കും. നമുക്ക് ആ ഒരു ലുക്ക് തന്നെ മാറി കിട്ടും. അപ്പോൾ ഈ ഒരു പോട്ട് നമ്മൾ കടയിൽ പോയപ്പോൾ മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നില്ല, പക്ഷേ നമ്മൾ വേറെ എന്തോ മേടിക്കാൻ പോയപ്പം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെ മേടിച്ചതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് പോട്ടിൽ നിന്ന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടിയിലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വലുപ്പം കൂടി പോകുമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പോട്ടിൻ്റെ ലുക്ക് തന്നെ മാറിയില്ലേ, ഈ ഒരു ചെടിയും കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പോട്ടുകൾ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഒരുപാട് പേരൊക്കെ പുതിയ വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ വീട് നമുക്ക് എത്രത്തോളം ഭംഗിയുള്ളതാക്കാം. അതുപോലെ തന്നെ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ചെടീനോട് കൂടുതൽ ക്രേസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഒരു ഡൈനിങ് ഏരിയയിൽ അല്ലെങ്കിൽ കിച്ചണിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മൾ ഉള്ളിലത്തെ പോട്ടിന് ഹോൾ ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നേരെ ഈ ഒരു പുറമേ ഉള്ള പോട്ടിലേക്കായിരിക്കും വെള്ളം ഇറങ്ങുന്നത്. പിന്നെ ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മളിതുപോലെ മുന്നേ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നു നമ്മളെ ചെടി ഉണ്ടായിരുന്നത്. ആ ഒരു ഇതൊരു സെറാമിക്കിൻ്റെ ഒരു ഗ്ലാസ് ബോട്ടിലാണ്. അത് പിടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു തൈയായിട്ട് വെച്ച് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഒരുപാട് തൈകൾ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരോ പീസാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതതുപോലെ തന്നെ വേറൊരു കപ്പാണ്, അതിലും നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ, ഇത് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ചെടികൾ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലാണ് വെച്ചത്, അത് കട്ട് ചെയ്ത് ആ ഒരു കപ്പിൻ്റെ ഷേപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെ നമ്മൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ഐഡിയാസ് കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.